മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുതിയ മെമ്മറി കാർഡ് വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ആരോപണ വിധേയരായവർ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കരുത് എന്ന താരങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ പിന്മാറിയിരുന്നു. നവ്യ നായർ, ജഗദീഷ് തുടങ്ങിയ മറ്റു താരങ്ങളും പിന്മാറിയതിന് പിന്നാലെയാണ് പുതിയ വിവാദം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയാണ് ഗുരുതരമായ ആരോപണവുമായി ചില നടിമാർ രംഗത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ വിവാദത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നടി ഉഷ ഹസീന വിശദീകരിക്കുന്നുണ്ട്. നടിമാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വീഡിയോ ചിത്രീകരിച്ച് പകർത്തിയ സംഭവമാണ് ഇതെന്നാണ് ഉഷ പറയുന്നത്. നടി പറയുന്നതനുസരിച്ച് മീറ്റു ആരോപണമുയരുകയും ഹേമ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഈ സംഭവം. അമ്മയുടെ സ്ത്രീകൾക്ക് വേണ്ടി WCC കരയേണ്ടതില്ല എന്നും നമുക്ക് തന്നെ വിഷയം ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് കുക്കു പരമേശ്വരനാണ് തന്നെ വിളിച്ചത്. സ്വകാര്യ ഹോട്ടലിലേക്കാണ് വിളിച്ചത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. മറ്റു നടിമാരെയും കുക്കു പരമേശ്വരൻ അന്ന് വിളിച്ചിരുന്നു. ഈ വേളയിൽ കുക്കു പരമേശ്വരൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുക്കു എന്തിനു വിളിക്കുന്നു എന്ന് നടി സീനത്താണ് ആദ്യം സംശയം പ്രകടിപ്പിച്ചത് എന്ന് ഉഷ പറയുന്നു. ഇക്കാര്യത്തിൽ വ്യക്തതയ്ക്കു വേണ്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് കുക്കു പരമേശ്വരൻ വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സീനത്ത്, പൊന്നമ്മ ബാബു, മഞ്ജു പിള്ള, പ്രിയങ്ക നായർ, ലളിത ചേച്ചി തുടങ്ങി 13-ൽ താഴെ പേരെ മാത്രമാണ് ഹോട്ടലിൽ എത്തിയപ്പോൾ കണ്ടത് എന്ന് ഉഷ പറയുന്നു. ആരും റെക്കോർഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഫോണുകൾ മാറ്റിവെച്ചു. എല്ലാവരും വട്ടത്തിലിരുന്നു. വിഷയങ്ങൾ പറയുവാൻ കുക്കു പരമേശ്വരൻ ആവശ്യപ്പെട്ടു. സംസാരിക്കവെയാണ് 2 ക്യാമറകൾ ഓൺ ചെയ്ത് വെക്കുന്നത് കണ്ടത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്തത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്ന് കുക്കു മറുപടി നൽകി. റെക്കോർഡിംഗ് ചെയ്യുന്നത് കൊണ്ട് പലരും പലതും പറയാൻ മടിച്ചു. ലളിത ചേച്ചിക്ക് വടക്കാഞ്ചേരിയിലേക്ക് പോകാനുള്ളതിനാൽ എല്ലാവരും പിരിയവേ ഇടവേള ബാബു എത്തി. തന്റെയും ഇടവേള ബാബുവിന്റെയും കൈവശം വീഡിയോ പകർത്തിയ മെമ്മറി കാർഡ് ഉണ്ടെന്നും അത് സേഫ് ആണെന്നും പിന്നീട് പലപ്പോഴും ചോദിച്ച വേളയിൽ കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് അംഗങ്ങളോ മോഹൻലാലോ താനോ അറിഞ്ഞിട്ടില്ല എന്ന് ജഗദീഷിനോട് ചോദിച്ചപ്പോൾ പ്രതികരിച്ചുവെന്ന് ഉഷ പറയുന്നു. മെമ്മറി കാർഡിനെ കുറിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സേഫ് ആണ് എന്നായിരുന്നു കുക്കു മറുപടി നൽകിയത്. സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ വ്യക്തിയെ മെമ്മറി കാർഡ് സൂചിപ്പിച്ച് കുക്കു ഭീഷണിപ്പെടുത്തിയെന്ന് അറിഞ്ഞുവെന്നും ഉഷ പറഞ്ഞു. മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വീഡിയോയിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണിയെന്നാണ് പറയപ്പെടുന്നത്.